നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് സ്പെസിഫിക് സോൾസ് ഇന്ന് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിൽ ആർട്ടിക്കിളാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ്ഡ് വിത്ത് 3 month ലോ 5.1% ഇൻ ജാനുവരി. ഫുഡ് പ്രൈസസ് സ്റ്റിക്കി എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കീ വേർഡ് എന്ന് പറയുവാണെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. സോ തീർച്ചയായിട്ടും എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 ഈ ഒരു ആർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് നമുക്ക് നിരന്തരം ഈ പറഞ്ഞ പോലെ വാർത്തകളിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ക്ലിയർ ആയിരിക്കും. കാരണം സാധനങ്ങളിലൊക്കെ തന്നെ വില വർദ്ധിക്കുന്നത് പെർസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ വില വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം എന്ന് പൊതുവിൽ സൂചിപ്പിക്കാറുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം, അതായത് ജാനുവരി മാസത്തിലെ ഡേറ്റയാണ് വന്നിരിക്കുന്നത്. ജാനുവരി മാസം നമുക്ക് ഈ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഡേറ്റാസ് ഇവിടെ മന്ത്ലി ഒക്കെ തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട്. മന്ത്ലിയും പബ്ലിഷ് ചെയ്യും, അതേപോലെ ഈ പറഞ്ഞ പോലെ ക്വാർട്ടർലിയും പബ്ലിഷ് ചെയ്യാറുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ഹാഫ് ഇയർലിയും അതേപോലെ ഇയർലി ഒക്കെ തന്നെയാണ് പബ്ലിഷ് ചെയ്യാറ്. കാരണം എപ്പോഴും നമ്മൾ എക്കണോമിക്സിൽ ഓരോരോ പോളിസീസ്, എസ്പെഷ്യലി RBI ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഓരോരോ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിയിലെ കറന്റ് സ്റ്റാറ്റസ് അറിയണം. ഇൻഫ്ലേഷൻ ലെവലൊക്കെ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് മന്ത്ലി ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റാസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അത്തരത്തിലുള്ള മന്ത്ലി ഡേറ്റയാണ്. കഴിഞ്ഞ മാസം ജാനുവരിയിലെ ഒരു ഡേറ്റ കമ്പയർ ടു ദ പ്രീവിയസ് മന്ത്, അതായത് ഡിസംബർ 2023 കമ്പയർ ചെയ്തുകൊണ്ടുള്ള ജനുവരി മാസത്തിലെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് കൃത്യമായിട്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി മാസം അതിന് മുമ്പത്തെ ഡിസംബർ മാസത്തെ അപേക്ഷിച്ച് 5.1% മാത്രമായിരുന്നു ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നതാണ്. അതിനു മുമ്പ് ശരിക്കും പറയുവാണെങ്കിൽ 5.6 ആ ഒരു റേഞ്ചിലേക്കൊക്കെ തന്നെ മുകളിലേക്ക് പറഞ്ഞ പോലെ 5.7% ഡിസംബർ മാസത്തിൽ ഇൻഫ്ലേഷൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവിടെ നിന്നും മാറി 5.1 ആയിട്ട് ജനുവരിയിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ആർട്ടിക്കിളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ബേസിക്കലി സൂചിപ്പിക്കുന്ന എക്കണോമിയിൽ ഈ പറഞ്ഞ പോലെ പർച്ചേസിംഗ് പവറിനൊക്കെ ആണെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടാവും. കാരണം ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും നമ്മുടെ റുപ്പിയുടെ പർച്ചേസിംഗ് പവർ ഡിക്രീസ് ആകാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഇപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ 100 രൂപയ്ക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ സാധിക്കുമായിരുന്നു. എത്രയാണ് അളവ്, അത്രയും നമുക്ക് അളവ് ഇപ്പം കിട്ടത്തില്ല. ഇൻഫ്ലേഷൻ ആണ് നാട്ടിലെങ്കിൽ 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ അളവിന് ഡിക്രീസ് സംഭവിക്കും. ഇതിനെയാണ് പർച്ചേസിംഗ് പവർ ഓഫ് റുപ്പി ഗോസ് ഡിക്രീസിംഗ് ഡ്യൂറിംഗ് ടൈം ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പൊതുവിൽ നമ്മൾ പറയാറുള്ളത്. സോ എനിവേ ഇൻഫ്ലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആസ് പെർ IMFന്റെ തന്നെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കാം. ഇസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ prices over a given period encompassing a broad measure of overall price increases or for specific goods and services. അതായത് ഒരു എക്കണോമിയുടെ ഓവറോൾ പ്രൈസ് ചേഞ്ചസിനെയാണ്, പ്രൈസ് ഇൻക്രീസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. ഓവറോൾ പ്രൈസ് ഡിക്രീസിങ്ങിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീഫ്ലേഷൻ എന്നുള്ളൊരു പോയിന്റ് ഓർക്കുക. സാധനങ്ങൾക്ക് വില കുറയുന്ന ഒരു സാഹചര്യം. എന്നാൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറയുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ കൊണ്ട് സൂചിപ്പിക്കുക. എക്സാംസിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കുകളിലത്തും ഈ 2-3 ടേംസ് കാണാൻ സാധിക്കും. ഡിസ്ഇൻഫ്ലേഷൻ, ഡിസ്ഇൻഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ തന്നെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുവാണെങ്കിൽ. ബട്ട് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറയുന്നതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുക. എന്നാൽ സാധനങ്ങളുടെ വില നേരെ പെർസിസ്റ്റന്റ് ആയിട്ട് ഡിക്രീസ് ആകുന്ന ഒരു സാഹചര്യമാണ് ഡീഫ്ലേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇൻഫ്ലേഷൻ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീഫ്ലേഷൻ ആണ്. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ എനിവേ ഇൻഫ്ലേഷൻ റിഫ്ലെക്ട്സ് റൈസിംഗ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആൻഡ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് മോർ എക്സ്പെൻസീവ് സെറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിക്കം ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലും സാധനങ്ങളൊക്കെ വില എത്രമാത്രം വർദ്ധിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞു നൽകുന്ന ഡേറ്റയാണ് ഇൻഫ്ലേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇൻഫ്ലേഷൻസ് ഇമ്പാക്ട് ഇസ് പർട്ടിക്കുലർലി സിഗ്നിഫിക്കൻറ്റ് ഡ്യൂ ടു എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ. നമുക്കറിയാം, ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറഞ്ഞ പോലെ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ഒരുപാട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് എക്കണോമിയിലെ കറണ്ട് സെനാരിയോ അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് അവരുടേതായ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ പോളിസീസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോഴേക്ക് തീർച്ചയായിട്ടും ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ ആയിരിക്കും. കാരണം അവർക്ക് കിട്ടുന്ന അവർ ഒരു ദിവസം ഏൺ ചെയ്യുന്ന ഇൻകം കൊണ്ട് അവർക്ക് കഴിഞ്ഞുകൂടി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. കാരണം സാധനങ്ങൾക്ക് വില കൂടുമല്ലോ. സോ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ എക്കണോമിയിൽ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ RBI ആണെങ്കിലും ഓരോരോ പോളിസീസ് അത് എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇപ്പം വാർത്തയിൽ നമ്മൾ കണ്ടിരിക്കുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടൈമാണല്ലോ. അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇൻഫ്ലേഷന്റെ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ കൂടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ എന്നും പൊതുവിൽ പറയപ്പെടാറുണ്ട്. സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ട്രാക്ഡ് ബൈ ദ മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ പ്രൈസസ് ഫ്രം എ റീറ്റെയിൽ ബയേഴ്സ് പെർസ്പെക്റ്റീവ്. അതായത് റീറ്റെയിൽ ബയർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സാധാരണ കസ്റ്റമേഴ്സ്, ഒരു കസ്റ്റമറിന്റെ പെർസ്പെക്റ്റീവിൽ മെഷർ ചെയ്തെടുക്കുന്നതാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അതായത് നാട്ടിൽ നമ്മൾ കടകളിൽ പോകുമ്പോഴേക്കും സാധനങ്ങൾക്കൊക്കെ എത്രത്തോളം വില വർധനവ് കാണുന്നു എന്ന് നമ്മളോട് പറഞ്ഞു നൽകുന്നതാണ് ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ. പക്ഷേ ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മാക്രോ സെൻസിലാണ്. അതായത് ഒരു വലിയൊരു ഒരു സെൻസിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മൈക്രോ സെൻസ് അല്ല. മൈക്രോ മീൻസ് ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജില്ലയുടെയോ ആസ്പെക്റ്റിലല്ല നമ്മൾ ഇവിടെ ഇൻഫ്ലേഷൻ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 5.1% ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഒരു മാക്രോ എക്കണോമിക് സെൻസിലാണ് പഠിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും, ചിലപ്പോൾ 5.1-നേക്കാളും കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനെ വേരിയേഷൻ വരും. ഇതൊരു ആവറേജ് ആണെന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം.
ദെൻ റീറ്റെയിൽ ലെവൽ കൺസ്യൂമറിന്റെ ലെവൽ മെഷർ ചെയ്യുന്നതാണ് റീറ്റെയിൽ ഇൻഫ്ലേഷനും. അതേ സാഹചര്യത്തിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ ഡീലറിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ച് മെഷർ ചെയ്യുന്നതാണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. ഈ രണ്ടും ബേസിക്കലി നമ്മൾ മെഷർ ചെയ്തെടുക്കാനായിട്ട് രണ്ട് ബേസ് ഇയർ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പം പഠിച്ചു റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ ആംഗിളിലാണ്. അത് മെഷർ എടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതേസമയത്ത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ എടുക്കുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. തൊട്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള CPI അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനാണ്. കാരണം നമ്മുടെ RBI ആണെങ്കിലും ഒക്കെ തന്നെ അവരുടെ പോളിസി തീരുമാനിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. സോ ഇറ്റ് മെഷേഴ്സ് ഇൻഫ്ലേഷൻ അറ്റ് ദ റീറ്റെയിൽ ലെവൽ ഓർ ദ കൺസ്യൂമർ ലെവൽ. ഇറ്റ്സ് എ മെഷർ ഓഫ് ചേഞ്ച് ഇൻ റീറ്റെയിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ പീപ്പിൾ ഇൻ എ ഗിവൺ ഏരിയ വിത്ത് റെഫറൻസ് ടു എ ബേസ് ഇയർ. ഇവിടെ CPIയുടെ ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 2012 അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ പറയുന്ന കാലഘട്ടത്തിൽ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അതേ സാഹചര്യത്തിൽ WPIയുടെ ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011-12 ഫിനാൻഷ്യൽ ഇയർ ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചേക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഈ പോയിന്റ്. സോ CPI is calculated for a fixed list of items including food, housing, apparel, transportation, electronics, medical care, education. അങ്ങനെ ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വില നമ്മളിവിടെ മെഷർ ചെയ്യാറുണ്ട്, CPI ഇൻഡെക്സിനകത്ത് മെഷർ ചെയ്യാറുണ്ട്. എന്നാൽ CPI ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏത് കമ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡാണ് കേട്ടോ. ഫുഡ് ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ, ഫുഡ് ആൻഡ് ബിവറേജസ് ആ ഒരു കമ്പോണന്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇത് പീരിയോഡിക്കലി കളക്ട് ചെയ്യുന്നതാണ്, മന്ത്ലിയൊക്കെയാണ് ഇതിന്റെ ഡേറ്റാസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പോയിന്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ദെൻ CPI കുറിച്ച് 2-3 പോയിന്റ് കൂടെ പറയുവാണ്. ഇറ്റ്സ് വൈഡ്ലി കൺസിഡേഴ്സ് എ പാരാമീറ്റർ ഓഫ് ഇൻഫ്ലേഷൻ ഓർ എക്കണോമി ആൻഡ് ഇസ് യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ മോണിറ്ററിംഗ് പ്രൈസ് സ്റ്റെബിലിറ്റി. RBI is using CPI. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് RBI നിലവിൽ ഉപയോഗിക്കുന്ന അവരുടെ പോളിസി റേറ്റുകൾക്ക് വേണ്ടിയിട്ട് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ തന്നെ തീരുമാനിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കമ്പൈൻഡ് എന്നുള്ളൊരു പോയിന്റ് കൃത്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഫ്രെയിം വർക്കിനകത്താണെങ്കിൽ 2015 RBI സൈൻ ചെയ്തതാണ്. ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് RBI ചോദിക്കാവുന്നതൊക്കെയാണ്. ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് RBI ഈസ് പ്രൈസ് സ്റ്റെബിലിറ്റി. ഓക്കെ, എക്കണോമിയിലെ പ്രൈസ് സ്റ്റെബിലിറ്റി നിർത്തുക എന്നുള്ളതാണ് RBIയുടെ സോൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതിലൂടെ ബേസിക്കലി ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാം. ആൻഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് മെഷേർഡ് ആസ് എ ടാർഗറ്റ് ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെയാണ് RBI ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഏത് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് പ്രാധാന്യം കൊടുക്കുന്നുള്ള ഒരു പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ബേസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമാണ്, കുറച്ച് തിയറി കണ്ടന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ, ശരിക്കും ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് നിങ്ങൾ വായിക്കാൻ നേരം അധികം സമയം കളയല്ല. നമുക്ക് ഇതുപോലെ 1-2 ആർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മീൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഇതിനു മുമ്പ് ഇന്ന് പത്രത്തിലുള്ളതിൻ്റെ ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ആർട്ടിക്കിൾസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് എടുക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിനകത്താണെങ്കിലും ഒരുപാട് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് നമുക്ക് ജസ്റ്റ് വായിച്ചിരിക്കാം, ബട്ട് അത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ വായിക്കാനുള്ള ഒരു പ്രാധാന്യം അതിനകത്ത് വരുന്നില്ല. സോ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ് എ ഗ്ലോബൽ അലയൻസ് ടു ബ്രിഡ്ജ് ദ ജെൻഡർ ഇക്വിറ്റി ഗ്യാപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിനോട് ഉദ്ദേശിക്കുന്നത്, ഈ ഗ്ലോബൽ അലയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് കഴിഞ്ഞ മാസം കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ മീറ്റിംഗ്, നമ്മളന്ന് ആ ഒരു ടൈമിൽ അതിന്റെ DNA അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ജനുവരിയിൽ കണ്ടക്ട് ചെയ്ത ഒരു മീറ്റിംഗിനകത്ത് ഇന്ത്യ പുട്ട് ഫോർവേഡ് ചെയ്തൊരു അലയൻസ് ആയിരുന്നു ഗ്ലോബൽ ഗുഡ്, ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു അലയൻസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ച അലയൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എനേബിൾ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി, എസ്പെഷ്യലി ബേസിക്കലി ജെൻഡർ ഇക്വാളിറ്റി നടപ്പാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ആർട്ടിക്കിളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. വുമൺ എംപവർമെന്റ് എല്ലാ മേഖലകളും, അത് എക്കണോമിക് മേഖലയിലായിക്കോട്ടെ പൊളിറ്റിക്കൽ മേഖലകളിലായിക്കോട്ടെ, ജനങ്ങളുടെ എസ്പെഷ്യലി വുമന്റെ ഒരു സ്ത്രീകളുടെ ഈ പറഞ്ഞ പോലെ എംപവർമെന്റ് ആണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്, ഈ ഗ്ലോബൽ അലയൻസിലൂടെ ലക്ഷ്യമിടുന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം. ആ ഒരു തീമിലാണ് ഈ ആർട്ടിക്കിൾ എൻറ്റയർലി പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഗ്ലോബൽ ഗുഡ്, ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി എന്നുള്ള നമ്മൾ കൊണ്ടുവന്ന അലയൻസിന്റെ കീ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ അലയൻസ് ഈസ് റെസ്പോൺസ് ടു G20 സമ്മിറ്റ്. 2023 ഇന്ത്യയിൽ വെച്ച് നടത്തിയ G20 സമ്മിറ്റിന്റെ ഒരു കണ്ടിന്യൂസ് എന്ന രീതിയിലാണ് ഈ ഒരു അലയൻസ് നമ്മൾ ദാവോസിൽ വെച്ച് നടന്ന ആ ഒരു വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ മീറ്റിംഗിനകത്ത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഡിക്ലറേഷനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ് വുമൺ ലെഡ് ഡെവലപ്മെന്റിലാണ് നമ്മൾ, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ന്യൂ അലയൻസ് ഇസ് ടു ബ്രിങ് ടുഗദർ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ്, നോളജ് ഷെയറിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദ ഐഡന്റിഫൈഡ് ഏരിയസ് ഓഫ് വുമൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് എന്റർപ്രൈസ്. അതായത് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ഒരു ഉന്നമനം അഥവാ വുമൺ ഡെവലപ്മെന്റ്, വുമൺ എംപവർമെന്റ് ആണ് നമ്മൾ ഈ ഒരു അലയൻസിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കാം. ആൻഡ്
ഈ ഒരു അലയൻസിന്റെ ഒക്കെ തന്നെ മെയിൻ മോട്ടോ ആയിട്ട് അല്ലെങ്കിൽ ഫിലോസഫി ആയിട്ട് പറയുന്ന റീസെന്റ് നമ്മൾ ബഡ്ജറ്റിനകത്തൊക്കെ ആണെങ്കിലും കണ്ടുവന്ന വാക്കുകളാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് ആൻഡ് സബ്കാ പ്രയാസ്. അതായത് ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആയിരിക്കണം, അതായത് ടുഗദർ വിത്ത് ഓൾ, ഡെവലപ്മെന്റ് ഫോർ ഓൾ ആൻഡ് എഫർട്ട് ഫോർ ഓൾ. അതായത് എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റും ഗ്രോത്തും ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാന്ന് പറയുമ്പോഴേക്കും ഇൻക്ലൂസീവ് ഗ്രോത്തും അതിനകത്ത് തന്നെ തീർച്ചയായിട്ടും ഇന്നും കൂടെ വരും വുമൺ ലെഡ് ഡെവലപ്മെന്റും തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വേൾഡ് എക്കണോമിക് ഫോറത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ദ ആനുവൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണെന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കും. 1971 ക്ലോസ് ഷോബ് ആണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇതിന്റെ ലേറ്റർ ഈ പറഞ്ഞ ഇനീഷ്യൽ ആയിട്ടുള്ള ഇതിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ മാനേജ്മെന്റ് ഫോറം എന്നായിരുന്നു. പിന്നീടാണ് ഇതിന്റെ പേര് 1987 വേൾഡ് എക്കണോമിക് ഫോറം എന്ന രീതിയിൽ റീനെയിം ചെയ്യപ്പെട്ട എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇതിന്റെ എയിം എന്ന് ഓർത്ത് വെച്ചേക്കാം. സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ബൈ ഫോസ്റ്ററിംഗ് ഡയലോഗ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഈ ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ലോകത്തിന്റെ ഈ പറഞ്ഞ പോലെ എക്കണോമിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഒക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ സ്വിറ്റ്സർലാൻഡിലാണ്. ഇവർ പബ്ലിഷ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് റിപ്പോർട്ട്സ് എന്ന് മനസ്സിൽ വെച്ചേക്കണം. ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട്, ദെൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്, ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് ആൻഡ് ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം റിപ്പോർട്ട്. ഈ 4 റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന വേൾഡ് എക്കണോമിക് ഫോറം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് റിപ്പോർട്ടും, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടും, ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് ആൻഡ് ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം റിപ്പോർട്ട്. ഇത്രയും കാര്യമാണ് ആ ഒരു ആർട്ടിക്കിളിനകത്തും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്